നമുക്കൊരു പെപ്പർ ചിക്കനുള്ള ഒരു കൂട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. 2 കിലോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. കുരുമുളകും ചെറിയ ജീരകവും വലിയ ജീരകവും കൂടി ഞാനത് നല്ലോണം വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സവാള ഒരു 3/4 കിലോ സവാളയും ഞാൻ ഉപ്പിട്ട് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട്, എന്നിട്ട് ഒരു കുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടി അരച്ച് ആ സവാളയിൽ ചേർത്ത് ഞാൻ നല്ലോണം ഇളക്കി കൂട്ടുന്നുണ്ട്. നല്ലോണം ഉപ്പിട്ടുണ്ട്, അതിനാവശ്യമായി ഉപ്പിട്ടിട്ടുണ്ട്. 5 ഏലക്കായയും ഒരു പട്ടയുടെ കഷ്ണം നുറുക്കിയതും ഇട്ടിട്ടുണ്ട്. 2 തക്കാളി ഇട്ടിട്ടുണ്ട്. അതൊക്കെ കൂട്ടി നല്ലോണം ഇളക്കണം. ഞാൻ കുരുമുളക് പൊടിയും ജീരകവും കൂടി നല്ലോണം വറുത്ത് വെച്ചത് പൊടിച്ച് ആ സവാളയിൽ കൂട്ടി യോജിപ്പിച്ച് അതിന് ശേഷം നമുക്ക് ആ ചിക്കൻ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണത്. അത്യാവശ്യം നമുക്ക് ആ ചിക്കനിലൊക്കെ ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ പുരട്ടി വെച്ചാൽ നല്ലോണം ഇളക്കി കൂട്ടിയതിന് ശേഷം വെള്ളമൊന്നും ഒഴിക്കാണ്ട് തന്നെ നമ്മൾ അതൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരു 15 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചതിന് ശേഷം തുറന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അതിൽ നല്ലോണം വെള്ളമുണ്ട് അത്യാവശ്യം. നമ്മൾ വേറെ വെള്ളമൊന്നും അതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്നിട്ട് അത് നല്ലോണം ഒന്നും കൂടി മൂടി വെച്ച് ഒരു 5-6 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ തുറന്ന് നോക്കുമ്പോൾ ഞാൻ ഒരു തേങ്ങ നല്ലോണം ചിരണ്ടി 1/4 പാൽ മാത്രം അതിൻ്റെ അകത്തോട്ട് അത്യാവശ്യം ചാറിന് മാത്രം ഒഴിക്കണുള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ചിക്കൻ കറിയാണ് ഇട്ടത്. വേറെ മുളക് പൊടിയൊന്നും ഞാൻ ഇതിൽ ചേർത്തുള്ള കുരുമുളക് പൊടി മാത്രമാണ് ചേർത്തേക്കണത്. നല്ല അടിപൊളിയാണ്. നല്ല ചാറോടുകൂടി നമുക്ക് നല്ല ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് നല്ല എരിവോട് കൂടിയുള്ളതാണ് കേട്ടോ. അടിപൊളിയാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. നല്ല ടേസ്റ്റോടുകൂടിയുള്ള ചിക്കൻ കറി റെഡിയായി.